3.5 മണിക്കൂറാണ് വന്ദേ ഭാരത് യാത്രക്കാരെ വലച്ചത്. ഏകദേശം 5:30 മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എത്തും. എത്തിയതിന് ശേഷം വാഹനം ഇവിടെ നിർത്തി അതിനുശേഷം മുന്നോട്ടെടുക്കുമ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ പോയുള്ളൂ. അതിനിടയിൽ പവർ സർക്യൂട്ട് തകരാർ മൂലം വന്ദേ ഭാരത് ട്രെയിൻ അവിടെ നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു. ആദ്യം ഈ വാഹനത്തിനുള്ളിൽ സാങ്കേതിക വിദഗ്ധരൊക്കെ ഉണ്ട്. വന്ദേ ഭാരതിന് ഒരു പ്രത്യേകമായി തന്നെ അതിന്റെ സാങ്കേതിക വിദഗ്ധർ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഷൊർണൂരിലുണ്ട്. അവർ അത് പരിശോധിച്ച് നോക്കി. അപ്പോൾ അത് പരിശോധിച്ച് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം യാത്രക്കാർക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച് കഴിയും, യാത്ര പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ 10 മിനിറ്റ് നീണ്ടു, 1 മണിക്കൂറിലധികം പോയി. ആദ്യം കറണ്ട് പോയി, AC ഓഫായി. പിന്നീട് ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ശരിയാകുന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നു. ഞങ്ങളൊക്കെ പ്രതീക്ഷയോടെ നിന്നു. ഏകദേശം 3/4 മണിക്കൂറോളം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ, പിന്നെ ഡോറുകളും തുറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ആളുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ യാത്രക്കാരെ ശരിക്കും ബുദ്ധിമുട്ടാക്കിയിരുന്നു. ഏകദേശം 3 മണിക്കൂറോളമാണ് വന്ദേ ഭാരത് ഷൊർണൂരിൽ പിടിച്ചിട്ടത്. നിങ്ങളൊക്കെ എത്ര നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 3 മണിക്കൂറോളമായി ഏകദേശം ഇവിടെ. പിന്നീടാണ് ഒരു എഞ്ചിൻ ഇവിടേക്ക് എത്തിച്ച്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ എഞ്ചിനുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇവിടേക്ക് എത്തിച്ച് ഇത് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി യാത്രക്കാരെ പുറത്തിറക്കി. അതിനിടയിൽ ഒരു ആശയക്കുഴപ്പം യാത്രക്കാർക്ക് വന്നത്, ഇതിനിടയിൽ പലരോടും ഇന്റർസിറ്റിയിൽ ഈ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇന്റർസിറ്റി എത്തും, അതിൽ കയറി യാത്ര തുടരണമെന്ന് അനൗൺസ് ചെയ്തു. അത് യാത്രക്കാർക്കിടയിൽ ഒരു ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായി. അത് ടോട്ടലി PSS ഉണ്ട്. അവർ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല. മേ ബി അവർ പാനിക്കായിട്ടായിരിക്കും. പക്ഷെ അത് കാരണം ആൾക്കാരെല്ലാവരും പാനിക്കായി. 2 പേര് ലക്ഷറി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോണ്ടിയാന്ന്. ഇന്ന് 10 മണിക്ക് ഓപ്പറേഷനാണ്. ഇവർ പറയുമ്പോൾ 112 വിളിക്ക്, മറ്റെടുത്ത് വിളിക്കുന്നു പറഞ്ഞിട്ടാണ്. ഞമ്മ എന്ത് ചെയ്യാൻ, പേസന്റിന്റെ അടുക്ക് കിടക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മുൻവശത്തേക്ക് ബോഗി എത്തിച്ച് യാത്ര പുനരാരംഭിക്കുകയായിരുന്നു. 3.5 മണിക്കൂറാണ് ഈ ജനങ്ങൾ, ഈ പ്രധാനമായും ഈ വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യുന്നവർ കൂടുതൽ പണം മുടക്കിയാണ് യാത്ര ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്തെത്താൻ. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ വലച്ചു. എയർപോർട്ടിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ആവശ്യത്തിനായി പലരും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വലഞ്ഞു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം മാത്രം ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വന്ദേ ഭാരതിന് അങ്കമാലിയിൽ കൂടി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. കാരണം എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അവർ ഫ്ലൈറ്റ് മിസ്സാവാതിരിക്കാനാണ് ഇത്തരത്തിലൊരു പ്രത്യേക സംവിധാനം ഇന്ന് മാത്രം ഒരുക്കിയത്.